ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തെളിവോടുകൂടി അവനെ പിടിക്കാൻ കഴിഞ്ഞ എക്സുമായുള്ള ബന്ധവും മേനോനെ കുറിച്ചും എല്ലാം അവനെ കൊണ്ട് പറയിക്കാൻ കഴിയും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയയാണിത്. ഇവിടെ നമ്മുടെ ഐഡന്റിറ്റി പുറത്താവാൻ പാടില്ല. അത് സൂക്ഷിച്ച് വേണം പൃഥ്വിയെ നമ്മളെ പിടിക്കാൻ. ആ സ്വപ്നം ഈ സഹദേവൻ നടത്തി തരും ചേച്ചി. അതിന് ഇനി വലിയ താമസമൊന്നും ഇല്ല ചേച്ചി, അല്ലേ നീരജ? ആ നമ്മുടെ മോളുടെ കാര്യത്തിൽ ഞാൻ ചെയ്ത് വലിയ തെറ്റായിരുന്നു. താൻ പോയതിനു ശേഷം ദുർഗമോൾക്കൊരിക്കലും സമാധാനമോ സന്തോഷമോ കിട്ടിയിട്ടില്ല. ഇപ്പോ അവളുടെ വിവാഹവും കഴിഞ്ഞു. അതും വേണ്ട രീതിയിൽ നന്നായി നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള കാര്യങ്ങളെങ്കിലും നന്നായി നടത്തണമെന്ന് എന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷേ അതും നടക്കുമോ എന്നറിയില്ല. എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? അല്ല, ചേച്ചിയോട് സങ്കടം പറയാണോ? അത് ദുർഗമോളെയും കിരണിനെയും ഇങ്ങോട്ട് വിരുന്നിന് ക്ഷണിക്കാമെന്ന് കരുതി. അതൊരു നല്ല കാര്യമാണല്ലോ. അതെ, പക്ഷെ ഗിരിജയും വസുമതിയും അവരെ ക്ഷണിക്കാൻ പോകാനൊന്നും വരില്ല എന്ന് പറഞ്ഞിരിക്കുക. അത്രയുള്ള വരാത്തവര് വരണ്ടെന്നേ. നമുക്ക് പോയാലോ? ഞാൻ വരാം ചേട്ടൻ്റെ കൂടെ. എന്താ അതുപോലെ? ആ, അമ്മ വരും, പിന്നെ കുട്ടനും ഞാനും. നമ്മള് മതിയല്ലോ അല്ലേ? പിന്നെന്താ, ധാരാളം. ദുർഗമോക്കും കിരണിനും ഇവിടെ ഉള്ളവരുടെയൊക്കെ സ്വഭാവം നന്നായിട്ട് അറിയാന്നുള്ളതല്ലേ. ഈ സിറ്റുവേഷനൊക്കെ അവർക്ക് മനസ്സിലാവും. ചേട്ടാ സന്തോഷായി. വാ വാ. ചെറിയച്ചൻ ഇങ്ങനെ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. നീ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ നുണ പറയണ്ട മോളെ. ഞാനൊരു ഭാഗ്യദോഷിയാ. ജന്മം നൽകിയ 2 മക്കൾക്കും ഞാൻ കാരണം സങ്കടം മാത്രം ഉണ്ടാവുന്ന. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അതിന് മാത്രം എന്താ ഉണ്ടായത്? നിനക്കെല്ലാം അറിയാലോ മോളെ. ഇന്ന് ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം ഞാൻ കാരണമല്ലേ. അഷിതയും ദുർഗയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ബാധിക്കുന്നത് പൃഥ്വിയല്ലേ. കല്യാണം കഴിഞ്ഞ് സന്തോഷമായി കഴിയേണ്ട ആദ്യ നാളുകളിൽ തന്നെ പ്രശ്നങ്ങളായില്ലേ? അതിന് അഷീൻ ദുർഗ അന്യരൊന്നും അല്ലല്ലോ ചെറിയച്ച. സഹോദരങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അത് അവര് തന്നെ പരിഹരിക്കുകയും ചെയ്യും. അതൊക്കെ ശരിയാ. പക്ഷേ കിരണിനെയും ദുർഗയെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് ആർക്കും താല്പര്യമില്ല മോളെ. എല്ലാവരെയും മുഷിപ്പിച്ച് മോൾക്ക് അവരെ ഇവിടെ നിർത്തേണ്ടി വരുന്നത് എനിക്ക് വേണ്ടിയല്ലേ. ഒരച്ഛന്റെ കടമകളൊന്നും ഞാൻ കിരണ് ചെയ്തു കൊടുത്തിട്ടില്ല. അതിനെനിക്ക് സാധിക്കുകയില്ല. പക്ഷേ പൃഥ്വിയുടെ കാര്യം അങ്ങനെയല്ല. നമ്മൾ എല്ലാവരും എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തതിൻ്റെതായ പ്രശ്നങ്ങൾ അവന്റെ സ്വഭാവത്തിലുണ്ട്. വാശിയുടെയും ദേഷ്യത്തിന്റെ കാര്യത്തിൽ പൃഥ്വി മുന്നിലാണെന്ന് മോൾക്കറിയാലോ. ഇപ്പൊ അഷിത ഉണ്ടാക്കിയ ചെറിയ പ്രശ്നം മൂലം പൃഥ്വിക്ക് കിരണിനോടും ദുർഗയോടും ദേഷ്യമായാൽ പൃഥ്വിയും കിരണും തമ്മിലടിക്കുന്നത് ഞാൻ കാണേണ്ടി വരില്ല മോളെ. എന്റെ ചോരയിൽ പിറന്ന മക്കൾ എന്റെ മുന്നിൽ തന്നെ തമ്മിലടിച്ച ഞാനതെങ്ങനെ സഹിക്കും മോളെ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചെറിയച്ച.
എന്തൊരു പാപിയോ ഞാൻ. ഈ ജീവിതത്തിൽ ആരോട് സത്യസന്ധനാകാൻ എനിക്ക് സാധിക്കാതെ പോയല്ലോ മോളെ. ചെറിയച്ഛനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോയിരിക്കുക. ഇനിയിപ്പോ കിരണിനെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ ഇവിടുന്ന് മാറ്റി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. കിരണ് വേണ്ടത് അവന്റെ കുടുംബമാണെന്നല്ല അവൻ പറയുന്നത്. അത് ഞാൻ എങ്ങനെ കൊടുക്കും മോളെ? എല്ലാവരുടെ മുമ്പിൽ അപമാനിതനായി ഞാൻ ജീവിക്കില്ല മോളെ. കാര്യങ്ങൾ കൈവിട്ടു പോയാൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അയ്യോ, വെറുതെ ഓരോന്നും പറഞ്ഞ് എന്നെ കൂടെ വിഷമിപ്പിക്കല്ലേ ചെറിയച്ച. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പൃഥ്വി കൊണ്ടുവന്ന പാക്കറ്റിന്റെ കാര്യമില്ലേ താൻ ആലോചിക്കുന്നേ? അതെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. പൃഥ്വി മുറിയിലേക്ക് തന്നെയാവും അത് കൊണ്ടുപോയത് അല്ലേ? ഈ വീട്ടിൽ വേറെ എങ്ങും അവനത് വെക്കാൻ ഒരു സാധ്യതയില്ല. പൃഥ്വി അശ്വതയും മുറിയിലില്ലാത്ത സമയം നോക്കി നമുക്ക് മുറി കയറണം. എന്തോ ഇല്ലീഗൽ പരിപാടിയാണ് പൃഥ്വി ചെയ്യുന്നതെന്ന് ഉറപ്പാണ്. തെളിവോടുകൂടി അവനെ പിടിക്കാൻ കഴിഞ്ഞ എക്സുമായുള്ള ബന്ധവും മേലുവിനെ കുറിച്ചും എല്ലാം അവനെ കൊണ്ട് പറയിക്കാൻ കഴിയും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയയാണിത്. ഉം, ഇവിടെ നമ്മുടെ ഐഡന്റിറ്റി പുറത്താവാൻ പാടില്ല. ഉം. അത് സൂക്ഷിച്ച് വേണം പൃഥ്വിയെ നമ്മൾ പിടിക്കാൻ. ആദ്യം പാക്കറ്റിൽ എന്താണെന്ന് അറിയണം. ബാക്കി അത് കഴിഞ്ഞ് പ്ലാൻ ചെയ്യാം. ഓക്കെ. അഷിതേ, എന്താ അമ്മേ? ഞാൻ നിന്നോടൊരു കാര്യം പറയാനാ വന്നത്. രാവിലെ സംഭവിച്ച കാര്യങ്ങളില് നിനക്ക് നല്ല വിഷമമുണ്ടായെന്ന് എനിക്കറിയാം. അതൊന്നും സാരമില്ല. അപ്പൊ എനിക്ക് ദേഷ്യവും സങ്കടവും തോന്നി എന്നുള്ളത് സത്യ. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോ ഞാൻ കാണിച്ചത് മണ്ടത്തരമാണെന്ന് തോന്നി. പിന്നെ ദുർഗ ഈ വീട്ടിലൊരു അഭയാർത്ഥി മാത്രമാ. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ. ഞാൻ ഈ വീട്ടിലെ മരുമകളാ. ആ സ്ഥാനം എത്ര ശ്രമിച്ചാലും ദുർഗയ്ക്ക് കിട്ടാനേ പോകുന്നില്ല. പിന്നെന്തിനാ ഞാൻ അവളോട് വാശി കാണിക്കുന്നേ? അതൊക്കെ ശരിയാ. ദുർഗ ഈ വീട്ടിൽ ആരുമല്ല. പക്ഷേ ഇപ്പൊ നിന്നേക്കാൾ വില ഈ വീട്ടിൽ അവൾക്കാണുള്ളത്.